ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാജിദ. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് സൂറത്ത് അൻഫാലിലെ 65-ാം വചനത്തെ ആസ്പദമാക്കിയാണ്. ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല യാ അയ്യുഹൻ നബിയു, ഹേ നബിയേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായമാണ് സൂറത്ത് അൻഫാൽ. അൻഫാൽ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് യുദ്ധത്തിന് ശേഷം കിട്ടുന്ന ഗനീമത്ത് സ്വത്തുക്കളാണ്. ബദർ യുദ്ധവേളയിൽ യുദ്ധത്തിൽ പങ്കുവഹിച്ച യുവാക്കളും അവരെ പുറത്തുനിന്ന് സഹായം ചെയ്തിരുന്ന പ്രായം ചെന്നവരും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഈ ഒരു സൂറത്തിൻ്റെ അവതരണമുണ്ടായത്. ഈ ഒരു സൂറത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്തിൻ്റെ ഓഹരി യുദ്ധത്തിൽ പങ്കുവഹിച്ച എല്ലാവർക്കും സമമായിട്ട് ഭാഗിച്ചു കൊടുത്തു. ഈ ഒരു സൂറത്തിൻ്റെ 65-ാം വചനത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയു ഹദ്ദിൽ മുഅ്മിനീന അലൽ ഖിതാൽ. ഹേ നബിയെ, സത്യവിശ്വാസികളെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക. ഈ യക്കും മിൻകും റശറൂന സ്വാബിറൂന യഗ്ലിബൂ മിഅത്തൈൻ. നിങ്ങളുടെ കൂട്ടത്തിൽ 20 ക്ഷമാശീലരുണ്ടെങ്കിൽ അവർ 200 പേരെ ജയിച്ചടക്കുന്നതാണ്. വഇയക്കും മിൻകും മിഅത്തുൻ യഗ്ലിബൂ അൽഫം മിനല്ലദീന കഫറൂ ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടെങ്കിൽ അവിശ്വസിച്ചവരായ 1000 പേരെ ജയിച്ചടക്കുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്ത ജനതയാണ് എന്നുള്ളത് കൊണ്ടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും അള്ളാഹുവിൻ്റെ സഹായം മാത്രം മതിയെന്ന സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചതിന് പിന്നാലെ അവരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു. ക്ഷമയും സഹനവും അവർ കൈക്കൊള്ളുന്ന പക്ഷം ഏത് വമ്പിച്ച ശത്രു സൈന്യത്തെയും നേരിടാൻ അവർക്ക് കഴിയും, വിജയം കൈവരിക്കാൻ അവർക്ക് കഴിയും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ധർമ്മയുദ്ധത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുമൂലം അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന പുണ്യഫലത്തെക്കുറിച്ചും വിവരിച്ച ശേഷം അവരെ യുദ്ധത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക പതിവായിരുന്നു. ബദർ യുദ്ധവേളയിൽ സഹാബിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇന്ന് അവരോട് ഏതെങ്കിലും ഒരാൾ യുദ്ധം ചെയ്യുകയും ക്ഷമിച്ച് പാരത്രിക പ്രതിഫലം മോഹിച്ച് മുന്നോട്ട് കുതിച്ച് പിൻവലിക്കാതെ അവരോട് പൊരുതി കൊല്ലപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവനെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ നിന്നും ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു അൻഹു വാളെടുത്ത് ശത്രുക്കൾക്കിടയിൽ തിരക്കി കയറി ശത്രുക്കളോട് പടവെട്ടി തനിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് പടവെട്ടി ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തു. ഇത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹന വാക്കുകൾ സഹാബികൾക്കിടയിൽ ആവേശവും ഉന്മേഷവും ഉണ്ടാക്കിയതായി ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വചനത്തിൽ 20 ക്ഷമാശീലരായ സത്യവിശ്വാസികൾ 200 പേരെ ജയിച്ചടക്കുമെന്നും 100 സത്യവിശ്വാസികൾ 1000 പേരെ ജയിച്ചടക്കുമെന്നും 10 ഇരട്ടിയായാലും സത്യവിശ്വാസികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നും അള്ളാഹു സൂചിപ്പിക്കുന്നു. 10 ഇരട്ടിയായാലും ക്ഷമയും സഹനവും കൈക്കൊള്ളുന്ന പക്ഷം അവർ വിജയിക്കുന്നതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. കാരണം ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ കാര്യം ഗ്രഹിക്കാത്ത ജനതയാണ് എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിൻ്റെ വാക്യം ഉയർത്തുവാനും അവൻ്റെ കൽപ്പന അനുസരിക്കുവാനും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും യുദ്ധം ചെയ്യുന്നവനും തൻ്റെ പേരിനും പ്രശസ്തിക്കും ദുഷ്വൃത്തിക്കും വേണ്ടി യുദ്ധം നടത്തുന്നവരും തമ്മിലുള്ള വ്യത്യാസം, അതുമൂലമുണ്ടാകുന്ന അനന്തരഫലങ്ങളും അവർ ഗ്രഹിക്കാത്തവരാണ് അത്തരം അവിശ്വാസികൾ. അവർക്ക് യുദ്ധത്തിൽ ഒന്നുകിൽ ജയിക്കണം, അല്ലെങ്കിൽ പരാജയം കൈവരിച്ച് പിന്മാറണം, അത്രയുള്ളൂ. എന്നാൽ സത്യവിശ്വാസികളുടെ നിലപാട് അതല്ല. അവർക്ക് ജയിച്ചാൽ അത് തങ്ങൾക്കും തങ്ങളുടെ മതത്തിനും കിട്ടുന്ന വിജയമാണ്. മരിച്ചാലും അവർക്ക് വിജയം തന്നെയാണ്. അതെ, ശാശ്വത സ്വർഗം.
അവർ അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നു. അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയേ വേണ്ട, അതിൻ്റെ ആവശ്യം അവർക്കില്ല. അവർ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അവർ അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ച് മുന്നോട്ട് കുതിച്ച് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, നാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്ത് നമുക്ക് പ്രതിസന്ധി ഉണ്ടായാലും നാം എല്ലാം ക്ഷമയോടെ നേരിട്ട് നമ്മൾ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു വചനം നമ്മെ ഉണർത്തുകയാണ്. നമ്മൾ എല്ലാ കാര്യവും ക്ഷമിച്ച് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ കാര്യത്തിലും സഹായിക്കും എന്ന ദൃഢവിശ്വാസത്തോടു കൂടി ജീവിക്കണം. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ, അത്തരം മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.